ഇമാം ബുഖാരി തങ്ങളെ ശൈഖായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മദീനയിലെ മുദർരിസാണ്, മദീനയിലെ പ്രമുഖ പണ്ഡിതനാണ്. അവിടെന്ന് പറയുന്നത് കാണാം, അവിടുത്തെ സംഭവം അവിടുത്തെ വഫാത്തിനു ശേഷം മകൻ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വിദേശി വന്നിട്ട് പണം കൊടുക്കുന്നു, സൂക്ഷിക്കാൻ വദിയത്ത് സ്വത്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാം, ഞാൻ മദീനയിൽ നിന്ന് 1-2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകും, അപ്പോൾ എനിക്ക് പണം തന്നാൽ മതി. ഈ പണം കൊടുക്കുന്നു, മഹാനവറുകൾ ചെലവഴിക്കുന്നു. പക്ഷേ വന്നയാൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്ക് ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. പണം ചോദിച്ചു വരുമ്പോ ഇബ്നുൽ മുൻകദിർ തങ്ങളുടെ അടുക്കൽ ക്യാഷില്ല. അവിടുന്ന് മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. അവിടുന്ന് രാത്രി എല്ലാ ജനങ്ങളും ഇശാ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ പള്ളി മുഴുവനും ബന്ധിക്കുന്നു, വാതിലുകൾ അടക്കുന്നു. എന്നിട്ട് റൗളാ ഷരീഫിന്റെ മുമ്പിൽ വരുന്നു. അത് വല്ലാത്തൊരു മഖാമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലമാണ്. കഅബാലയത്തെക്കാൾ പവിത്രമുള്ള സ്ഥലമല്ലേ റൗളാ? മുത്തുനബി തങ്ങൾ മുഖം വെച്ച് കിടക്കുന്ന മണ്ണ് അത് വല്ലാത്തൊരു പവിത്രമായ മണ്ണാണ്. അവിടെ എത്തുമ്പോ കൽബ് പൊട്ടാത്ത മനുഷ്യരാരാ? അവിടെ എത്തുമ്പോ കരയാത്ത ജനങ്ങളാരാ? അവിടെ എത്തുമ്പോ വിങ്ങി മനസ്സ് പൊട്ടാത്തവരാരാണ്? ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് റൗളയുടെ മുമ്പിൽ വരികയാണ്. അവിടെ വരുമ്പോൾ എല്ലാവരുടെയും കൽബ് പൊട്ടുന്ന സ്ഥലമാണ്. ശൈഖ് റിഫായി തങ്ങൾ കരഞ്ഞിട്ട് കണ്ണുനീരൊലിപ്പിച്ച് റൗളയിൽ നിന്ന് ഹബീബായ തങ്ങളെ തിരുകരം വാങ്ങി ചുംബിച്ച സ്ഥലമല്ലേ? എത്ര മഹാന്മാരാണ് അവിടെ വന്ന് വിങ്ങിപ്പൊട്ടി പാട്ടുപാടിയത്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടെ വന്ന് കരഞ്ഞവരാണ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, റൗളയുടെ മുമ്പിൽ വന്ന് ദൈനീ യാ റസൂലല്ലാഹ്, ദൈനീ യാ റസൂലല്ലാഹ്, നബിയേ എൻ്റെ കടം, നബിയേ എൻ്റെ കടം. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് റൗളയിൽ നിന്ന് അവിടുത്തെ തിരുകരം വരുന്നു. കയ്യിൽ അവിടുന്ന് ഒരു കീയുണ്ട്. ആ കീ വാങ്ങി എണ്ണി നോക്കുമ്പോ കൊടുക്കാനുള്ള പണം തികച്ചുണ്ട്. ഇങ്ങനെ ഈ കാലത്തെ ഉമ്മത്തിനെയും നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.